പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളെപ്പോഴും മാമ്പഴ പുളിശ്ശേരിക്കല്ലോ ചെറിയ മാമ്പഴമായിരിക്കും നല്ലത്. വലിയ മാമ്പഴത്തേക്കാൾ ചെറിയ മാമ്പഴം ഇടിക്കുടിയൻ. ഈ മാമ്പഴത്തിൻ്റെ ഒപ്പം നമുക്ക് കുമ്പളങ്ങി അല്ലെങ്കിൽ അപ്പോൾ തന്നെ വെള്ളരിക്ക ചെറുതായി എരിഞ്ഞിട്ട് ഇടാട്ടോ. അത് വളരെ നല്ലതായിരിക്കും. ഒന്നുകൂടി ടേസ്റ്റ് കൂടെ അത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി പാകത്തിനിടാം. പിന്നെ നാളികേരം നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് ചേർക്കണം കേട്ടോ. 1-1.5 മുറി നാളികേരം ചേർക്കാം കേട്ടോ. പിന്നെ നല്ല ജീരകം ആഡ് ചെയ്യാം നാളികേരത്തിൻ്റെ ഒപ്പം. വേണമെങ്കിൽ നമുക്ക് 1-2 ചുവന്നുള്ളി അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. അത് ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കുക. പിന്നെ ശർക്കരയും കൂടി ഇടണം കേട്ടോ മധുരത്തിന്. ചിലപ്പോൾ മധുരം കുറവായിരിക്കും. ഫൈനായിട്ട് അരച്ച നാളികേരം മാമ്പഴ പുളിശ്ശേരിയിൽ ആഡ് ചെയ്യുക, തിളപ്പിക്കുക. പിന്നെ മോരൊഴിക്കുക. മോര് വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ട് ഒഴിക്കുന്നത് നല്ലതായിരിക്കും. കാച്ചാം. കടുക്, മുഴുവൻ മുളക്, വേപ്പില, പിന്നെ വേണമെങ്കിൽ മുളകും ഒക്കെ ചേർത്ത് കാച്ചാം.